അഗജാനന പത്മാർക്കം ഗജാനനമഹർനിശം അനേകദം തം ഭക്താനാം ഏകദന്തമുപാസ്മഹേ. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണീ. വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാനിധേ. പ്രസീദ മൽഗുരോ നാഥ ജനകായ നമോ നമഃ. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാംബുധേ. പ്രസീദ മൽപ്രിയേ നാഥേ മാതൃരൂപേ നമോസ്തുതേ. അന്യഥാ ശരണം നാസ്തി ത്വമേവ ശരണം മമ. തസ്മാൽ കാരുണ്യഭാവേന രക്ഷ രക്ഷ ജനാർദ്ദന. സൃഷ്ട്വാഖിലം ജഗദിദം സദസത്സ്വരൂപം ശക്തിയാ സ്വയാ ത്രിഗുണയാ പരിപാതി വിശ്വം. സംഹൃത്യ കൽപ്പസമയേ രമതേ തഥൈകാ. താം സർവജനനീം മനസാ സ്മരാമി. മാതർമേ മധുകൈടഭോഗ്രമഹിഷ പ്രാണാപഹാരോദ്യത്തെ. ഹേലാനിർമ്മിത ധൂമ്രലോചനവധേ. ഹേ ചണ്ഡമുണ്ഡാർദിനി. നിശേഷീകൃതരക്തബീജദനുജേ നിത്യേ നിസുംഭാപഹേ. സുംഭധ്വംസിനി സംഹരാശു ദുരിതം. ദുർഗേ നമസ്തേംബികേ. അനന്യത്രാണൈകപ്രവണഹൃദയേ ദേവി ദിശ മേ ധനം ധാന്യം സൗഖ്യം ഹരിചരണഭക്തിം ച വിനയം. അസൂയാമാത്സര്യാദ്യനുപമമനോരോഗശമനപ്രവീണാം വാണീം സൽപ്രകരപരമാഹ്ലാദജനനീം ശ്രീ ജഗദംബികായൈ നമഃ. സർവത്ര ദേവീനാമസങ്കീർത്തനം ശ്രീ മഹാദേവ്യൈ നമഃ.
അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ, അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ, അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ. കാരുണ്യമെന്നിൽ നിറയാൻ, കൽമഷങ്ങൾ ഒഴിയാൻ, കാരുണ്യമെന്നിൽ നിറയാൻ, കൽമഷങ്ങൾ ഒഴിയാൻ, കാവ്യഭംഗിയുണരാൻ തവ കാലിലൊന്നു തൊടുവാൻ, കാവ്യഭംഗി ഉണരാൻ തവ കാലിലൊന്നു തൊടുവാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. മാതൃസ്വരൂപിണി വരണേ മമ മാനസത്തിൽ നിറയാൻ, മാതൃസ്വരൂപിണി വരണേ മമ മാനസത്തിൽ നിറയാൻ, മാല ചാർത്തി അണയൂ മമ മാലകന്നു കഴിയാൻ, മാല ചാർത്തി അണയൂ അമ്മേ മാലകന്നു കഴിയാൻ, മമ മാലകന്നു കഴിയാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. മർത്യജന്മമനിശം തവ കീർത്തനങ്ങൾ പാടാൻ, മർത്യജന്മമനിശം തവ കീർത്തനങ്ങൾ പാടാൻ, ആർത്തി തീർത്തു തരണേ ശുഭവാർത്ത എന്നിൽ കനിയാൻ, ആർത്തി തീർത്തു തരണേ ശുഭവാർത്തയായി കനിയാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. ദേവി തൻ്റെ ചരിതം അതിസുന്ദരം വേദസാരം, ദേവി തൻ്റെ ചരിതം അതിസുന്ദരം വേദസാരം, വ്യാസദേവരചിതം ഇതു വ്യസനജാല നാശം, വ്യാസദേവചരിതം ഇതു വ്യസനജാല നാശം, വ്യസനജാല നാശം, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ.
ജഗജ്ജനനീ നിന്റെ കഥകൾ ജപമന്ത്രമാക്കിന വ്യാസൻ. ജഗജ്ജനനീ നിന്റെ കഥകൾ ജപമന്ത്രമാക്കിന വ്യാസൻ. ജനമേ ജയനായി നൽകി ജന്മപുണ്യം അമ്മയെന്നും. ജന്മപുണ്യം അമ്മയെന്നും. അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. ദേവി ഭാഗവതത്തെ ഞങ്ങൾ ദേവി നിന്നുടെ കാൽക്കൽ. ദേവി ഭാഗവതത്തെ ഞങ്ങൾ ദേവി നിന്നുടെ കാൽക്കൽ. അക്ഷരമലരുകളാക്കി വയ്ക്കാം അക്ഷയ പുണ്യം തരേണേ. അക്ഷരമലരുകളാക്കി വയ്ക്കാം അക്ഷയ പുണ്യം തരേണേ. അമ്മേ അക്ഷര പുണ്യം തരേണേ. അച്യുത പുണ്യം തരേണേ. അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ. അമ്മയെ അറിയാൻ. അമ്മയെ അറിയാൻ. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീമഹാദേവ്യൈ നമഃ. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീമഹാദേവ്യൈ നമഃ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മീ നാരായണ, ഭദ്രേ നാരായണ. ശ്രീമദ്ദേവി ഭാഗവതം തൃതീയ സ്കന്ധം 8-ാമത്തെ അധ്യായത്തിൽ 30-ാമത്തെ ശ്ലോകം മുതൽ 39 കൂടിയുള്ള ശ്ലോകങ്ങളാണ് ഇപ്പോൾ പാരായണം ചെയ്ത് അമ്മയുടെ പാതാരവിന്ദങ്ങളിൽ സമർപ്പണം ചെയ്യുന്നത്. പ്രസഹ്യാഭിഭവത്യേവ തദ്രജസ്തമസി ഉഭേ രജസ്സമുത്കടം ജാതം പ്രവൃദ്ധം ലോഭയോഗത തത്തഥാഭിഭവത്യേവ തമഃ സത്വേ തഥാ ഉഭേ തമസ്തഥോത്കടം ഭൂത്വാ പ്രവൃദ്ധം മോഹയോഗത തൽസത്വരജസീ ചോഭേ സംഗമ്യാഭിഭവത്യപി വിസ്തരം കഥയാമ്യദ്യ യഥാഭിഭവതീതി വൈ. യദാ സത്വം പ്രവൃദ്ധം വൈ മതിർധർമ്മേ സ്ഥിതാ തദാ ന ചിന്തയതി ബാഹ്യാർത്ഥം രജസ്തമസമുദ്ഭവം. അർത്ഥം സത്വസമുദ്ഭൂതം ഗൃഹാതി ച ന ചാന്യഥാ അനായാസകൃതം ചാർത്ഥം ധർമ്മം യജ്ഞം ച വാഞ്ഛതി. സാത്വികേഷ്വേവ ഭോഗേഷു കാമം വൈ കുരുതേ തദാ
രാജസേഷു ന മോക്ഷാർത്ഥം താമസേഷു പുനഃ കുതാ. ഏവം ജിത്വാ രജഃ പൂർവം തതശ്ച തമസോ ജയാ സത്വം ച കേവലം പുത്ര തദാ ഭവതി നിർമ്മലം. യദാ രജപ്രവൃദ്ധം വൈ ത്യക്ത്വാ ധർമാൻ സനാതനാൻ അന്യഥാ കുരുതേ ധർമാൻ ശ്രദ്ധാം പ്രാപ്യതു രാജസീം. രാജസാദർത്ഥസംവൃദ്ധി തയാ ഭോഗസ്തു രാജസാ സത്വം വിനിർഗതം തേന താമസശ്ചാപി നിഗ്രഹ. യദാ തമോ വിവൃദ്ധം സ്യാദുത്കടം സംബഭൂവഃ തദാ വേദേന വിശ്വാസോ ധർമ്മശാസ്ത്രേ തഥൈവ ച. സർവത്ര ദേവീ നാമ സങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. ശ്രീ ജഗദംബികായൈ നമഃ. സർവത്ര ദേവീ നാമ സങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. അമ്മേ നാരായണ, ദേവീ നാരായണ, ലക്ഷ്മീ നാരായണ, ഭദ്രേ നാരായണ. ശ്രീമദ് ദേവി ഭാഗവതം തൃതീയ സ്കന്ധം 8-ാമത്തെ അധ്യായം 30-ാമത്തെ ശ്ലോകം മുതൽ 39-ാമത്തെ ശ്ലോകം വരെ ഇപ്പോൾ പാരായണം ചെയ്ത് അമ്മയുടെ തൃപാദങ്ങളിൽ സമർപ്പിക്കുന്നു. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. രജോതമോ ഗുണങ്ങളെ സത്വഗുണം കീഴടക്കും. ലോഭമുണ്ടായാൽ രജോ ഗുണം വീണ്ടും വർദ്ധിക്കും. തമോ സത്വഗുണങ്ങളെ കീഴടക്കും തമോ ഗുണം. മോഹവുമായി ചേർന്നു തീവ്രം വീണ്ടും വർദ്ധിച്ച് സത്വരജോ ഗുണങ്ങളെ കീഴടക്കും. ഈ വിധത്തിൽ ഗുണങ്ങളെ കീഴ്പ്പെടുത്തും രീതി ചൊല്ലിടാം. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. സത്വഗുണം വർദ്ധിക്കുമ്പോൾ മനസ്സു ധർമ്മത്തിൽ നിൽക്കും. രജോതമോ ഗുണചിന്ത ബാധിക്കയില്ല. സത്വഗുണചിന്തയാലെ അനായാസം ചെയ്യാവുന്ന ധർമ്മം അർത്ഥം യജ്ഞം ഇവ തന്നിൽ രുചിയും. മോക്ഷേച്ഛുവായി മാറുമവൻ സാത്വികത്തിൽ അഭിരുചി. രജസ്സിലുമില്ല പിന്നെ തമസ്സിലുണ്ടോ. ഇങ്ങനെ രജസ്സിനെയും പിന്നെ തമോ ഗുണത്തെയും ജയിക്കുക. സത്വഗുണം തെളിഞ്ഞു വരും. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി,
അമ്മേ ഭദ്രേ ഭഗവതി അമ്മേ ശരണം. രജോ ഗുണം വർദ്ധിക്കുമ്പോൾ സാത്വിക സനാതനമാം ധർമ്മങ്ങളെ ഉപേക്ഷിക്കും മനുജരെല്ലാം. കാരണമവന്റെ മനം രാജസത്താൽ മഗ്നമല്ലോ. രജോ ഗുണ പ്രധാനമാം ശ്രദ്ധ താനല്ലോ. അമ്മേ ദേവി ഭഗവതി അമ്മേ ലക്ഷ്മി ഭഗവതി അമ്മേ ഭദ്രേ ഭഗവതി അമ്മേ ശരണം. രജോ ഗുണം വളരുമ്പോൾ ധനാർത്ഥിയായി തീരുമവൻ. രാജസമാം ഭോഗങ്ങളിൽ അഭിരുചിയും. സത്വഗുണം മെല്ലെ മെല്ലെ ഇല്ലാതാകുമതുപോലെ തമോ ഗുണം നശിച്ചിടും അറിഞ്ഞിടുക. തമോ ഗുണം വളരുമ്പോൾ വേദത്തിലും ശാസ്ത്രത്തിലും വിശ്വാസമില്ലാതായിടും അറിഞ്ഞിടുക. അമ്മേ ദേവി ഭഗവതി അമ്മേ ലക്ഷ്മി ഭഗവതി അമ്മേ ഭദ്രേ ഭഗവതി അമ്മേ ശരണം. അമ്മേ ദേവി നാരായണ അമ്മേ ലക്ഷ്മി നാരായണ അമ്മേ ഭദ്രേ നാരായണ അമ്മേ ശരണം. ദേവി ശരണം ലക്ഷ്മി ശരണം ഭദ്രേ ശരണം കാളീ ശരണം വാണീ ശരണം ഭദ്രകാളി ശരണം. ശ്രീ ജഗദംബികായൈ നമഃ. സർവത്ര ദേവീനാമ സങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മീ നാരായണ ഭദ്രേ നാരായണ. ദേവി നിന്നുടെ ലീലകൾ പലവിധം പാടുന്ന ദിവ്യാമൃതം. ദേവി ഭാഗവതം പുരാണതിലകം ശ്രീവ്യാസസാരസ്വതം. ദേവി വാഴുകയെൻ്റെ നാവിലനിശം വാക്കായി സുഗീതങ്ങളായി. ദേവി നിന്നുടെ പാദപത്മമതിലായി വീഴുന്നു മൂകാംബികേ. അമ്മേ നിന്നുടെ പാദപങ്കജമതിൽ വീഴുന്നു നാദാംബികേ വീഴുന്നു ജ്ഞാനാംബികേ. ശ്രീമദ് ദേവി ഭാഗവതം അമ്മയെ അറിയാനെന്ന ജ്ഞാനയജ്ഞം ഇന്ന് 201 ദിവസം. ശ്രീമദ് ദേവി ഭാഗവതം തൃതീയ സ്കന്ധത്തിൽ 8 അധ്യായത്തിൽ 30 മുതൽ 39 കൂടിയുള്ള ശ്ലോകങ്ങൾ അതാണിവിടെ പാരായണം ചെയ്തതും ഭാഷാഗാനമായി പാടിയതും ഇപ്പതാ നാം അനുസ്മരിക്കുന്നത്. ഇവിടെ 29 ശ്ലോകം വരെ ഇന്നലെ അനുസ്മരിച്ചു. ഇപ്പൊ സത്വഗുണം തീവ്രമായി കഴിഞ്ഞാൽ, ശാസ്ത്രജ്ഞാനം വർദ്ധിച്ചാൽ താമസ വിഷയങ്ങളിൽ വൈരാഗ്യമുണ്ടാവും എന്ന് പറയുന്നു. അങ്ങനെ പ്രസഹ്യാഭിഭവത്യേവ തദ്രജസ്തമസി ഉഭേ രജസമുത്കടം ജാതം പ്രവൃദ്ധം ലോഭയോഗത. രജസ്തമസി, രജസ്സിനെയും തമസ്സിനെയും, ഉഭേ രണ്ടിനെയും
ആ സത്വഗുണം എന്തു ചെയ്യും? സ്വന്തം ശക്തി കൊണ്ട് കീഴ്പ്പെടുത്തും. സത്വഗുണം വർദ്ധിക്കുമ്പോൾ അതിന് ശക്തി വർദ്ധിക്കും. ശക്തി വർദ്ധിക്കുമ്പോൾ രജോ ഗുണവും തമോ ഗുണവും തളരും, അതിനെ കീഴ്പ്പെടുത്തും. ലോഭത്തോടുകൂടി ചേരുന്നത് കൊണ്ട് രജോ ഗുണം വർദ്ധിച്ച് തമസ്, സത്വം എന്നിവയെ കീഴ്പ്പെടുത്തും. തഥാഭിഭവത്യേവ തമസത്വേ തഥാ ഉഭേ. അങ്ങനെയാണ് ഇവിടെ രജസ്സിനെയും തമസ്സിനെയും സത്വഗുണം ജയിക്കുന്നത് പോലെ രജോ ഗുണം വർദ്ധിച്ചു കഴിഞ്ഞാൽ, എപ്പോഴാണ് രജോ ഗുണം വർദ്ധിക്കുക? ലോഭത്തോടുകൂടി ചേരുമ്പോൾ, കിട്ടിയത് പോരാ എന്ന് തോന്നൽ വരുമ്പോൾ, ആ ലോഭം വരുന്ന സമയത്ത് രജോ ഗുണം വർദ്ധിക്കണു, തമസ്സിനെയും സത്വഗുണത്തെയും കീഴ്പ്പെടുത്തുന്നു. എന്നാൽ ഇതേപോലെ തന്നെ ഈ തമോ ഗുണം, തമസ് മോഹത്തോടുകൂടി തീവ്രമായി വരുമ്പോൾ എന്തുണ്ടാവണു? ഇവിടെ അത് എന്തിനു കാരണമായിട്ട് തീർന്നു? സത്വരജസ്തമോ ഗുണങ്ങളെ സ്വാധീനമാക്കണു, കീഴ്പ്പെടുത്തുന്നു. തൽസത്വരജസീ ചോഭേ സംഗമ്യാഭിഭവത്യപി വിസ്തരം കഥാമ്യദ്യ യഥാഭിഭവതീതി വൈ. എങ്ങനെയാണ് ഓരോ ഗുണങ്ങളും മറ്റു ഗുണങ്ങളെ, ഇതര ഗുണങ്ങളെ കീഴ്പ്പെടുത്തുന്നത്, അത് ഞാൻ വിസ്തരിച്ചു പറഞ്ഞു തരാം എന്ന് പറയുന്നു. സത്വഗുണം ജ്ഞാനം വർദ്ധിക്കുമ്പോൾ അവിടെ തമോ ഗുണത്തെയും രജോ ഗുണത്തെയും കീഴടക്കുന്നു. രജോ ഗുണം ലോഭത്തോടു കൂടി ചേരുമ്പോൾ തമോ ഗുണത്തെയും സത്വഗുണത്തെയും കീഴ്പ്പെടുത്തുന്നു. തമോ ഗുണം മോഹത്തോടു കൂടി ചേരുമ്പോൾ സത്വഗുണത്തെയും രജോ ഗുണത്തെയും കീഴ്പ്പെടുത്തുന്നു എന്ന് പറയുന്നു. ഇനി അത് വിസ്തരിച്ചു പറയുകയാണ്. യഥാ സത്വം പ്രവൃദ്ധം വൈ മതിർധർമ്മേ സ്ഥിതാ തദാ ന ചിന്തയതി ബാഹ്യാർത്ഥം രജസ്തമസമുദ്ഭവം. എപ്പോഴാണോ സത്വഗുണം വർദ്ധിക്കുന്നത്, യഥാ സത്വം പ്രവൃദ്ധം വൈ മതിർധർമ്മേ സ്ഥിതാ തദാ. അപ്പൊ എന്തുണ്ടാവും? ഈ മതി, നമ്മുടെ ബുദ്ധി, മനസ്സ് ധർമ്മത്തിൽ ഉറച്ചു നിൽക്കും. അപ്പൊ രജോ ഗുണത്തിൽ നിന്നോ തമോ ഗുണത്തിൽ നിന്നോ ന ചിന്തയതി ബാഹ്യാർത്ഥം രജസ്തമസമുദ്ഭവം. ബാഹ്യമായ അതിൽ നിന്നുണ്ടാകുന്ന, ഈ രജോ ഗുണത്തിൽ നിന്നും തമോ ഗുണത്തിൽ നിന്നുണ്ടാകുന്ന ബാഹ്യമായ പുറത്തുള്ള മറ്റൊരു വിഷയത്തെക്കുറിച്ചും മനസ്സ് ചിന്തിക്കില്ല. കാരണം എന്താ? മനസ്സ് ധർമ്മത്തിൽ ഉറച്ചു നിൽക്കും സത്വഗുണം വർദ്ധിക്കുമ്പോൾ. അർത്ഥം സത്വസമുദ്ഭൂതം ഗൃഹാതി ചാന്യഥ. സത്വഗുണത്തിൽ നിന്നുണ്ടാകുന്ന വിഷയത്തെ മാത്രമേ സത്വഗുണം വർദ്ധിക്കുമ്പോൾ ചിന്തിക്കുള്ളൂ എന്നാണ്, ഗ്രഹിക്കുകയുള്ളൂ. മറ്റു തരത്തിലുള്ള ഒരു വിഷയത്തെക്കുറിച്ചും ചിന്തിക്കില്ല. അങ്ങനെ വരുമ്പോ അനായാസകൃതം, ഇവിടെ പറയുകയാണ്, അനായാസകൃതം ചാർത്ഥം ധർമ്മം യജ്ഞം ച വാഞ്ചതി. അങ്ങനെ വരുമ്പോ ആയാസമില്ലാതെ വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്ന ധർമ്മം, അർത്ഥം, യജ്ഞം, ഇതിലൊക്കെ അഭിരുചി ഉണ്ടാവും സത്വഗുണം വർദ്ധിക്കുമ്പോൾ. സാത്വികേഷ്വേവ ഭോഗേഷു കാമം വൈ കുരുതേ തഥ. ആ സത്വഗുണം ഉദ്ഭവിച്ചു വളർന്നതിന്റെ ഫലമായി ഏതു തരത്തിലുള്ള കാമങ്ങളെ ഉണ്ടാവുള്ളൂ, ആഗ്രഹങ്ങളെ ഉണ്ടാവുള്ളൂ. മോക്ഷം ആഗ്രഹിക്കുന്ന ഈ സാധകൻ, ഈ സാത്വികി എന്തുണ്ടാവുന്നു? സാത്വികമായ വിഷയങ്ങളിൽ മാത്രമേ അഭിരുചി കാണിക്കുള്ളൂ. രജോ ഗുണ വിഷയത്തിൽ ഇല്ല. അതേപോലെ തമോ ഗുണവിശേഷങ്ങളിൽ പിന്നെ എങ്ങനെ ഉണ്ടാവും? രജോ ഗുണത്തിൽ തന്നെ ഇല്ല. രാജസേഷു ന മോക്ഷാർത്ഥം താമസേഷു പുനഃകുത. പിന്നെ എങ്ങനെ ഉണ്ടാവും? ഉണ്ടാവില്ല എന്ന് പറയാം. ഏവം ജിത്വാ രജപൂർവം തതശ്ച തമസോ ജയ. ഇങ്ങനെ ആദ്യം എന്തു വേണം? രജോ ഗുണത്തെ ജയിക്കണം. അത് കഴിഞ്ഞിട്ടോ പിന്നെ തമോ ഗുണത്തെയും ജയിക്കണം. ഹേ പുത്ര, മകനോട് പറയുകയാണ്, സത്വം ച കേവലം തഥാഭവതി നിർമ്മലം. കേവലം ശുദ്ധമായ സത്വഗുണം പ്രകാശിക്കുമ്പോൾ, തെളിഞ്ഞു വരുമ്പോൾ, അത് ആ നിർമ്മലമായ ആ ഭാവം തെളിഞ്ഞ് വരുന്നു. എങ്ങനെ? രജോ ഗുണത്തെയും തമോ ഗുണത്തെയും ജയിച്ചു കഴിയുമ്പോൾ. യഥാ രജപ്രവൃദ്ധം വൈ. ഇനി രജസ്സാണ് വർദ്ധിക്കുന്നതെങ്കിലോ ധർമാൻ സനാതനാൻ ത്യക്തുവ. ധർമ്മം, സനാതന ധർമ്മത്തെ ഉപേക്ഷിച്ചിട്ട്, ആ സാത്വികമായ ധർമ്മങ്ങളെയൊക്കെ ഉപേക്ഷിച്ചിട്ട്
അന്യഥാ കുരുതേ ധർമാൻ ശ്രദ്ധാം പ്രാപ്യതു രാജസീം. അപ്പൊ എന്തുണ്ടാവണു? ഈ സന്ദർഭത്തിൽ ആ രാജസമായ മറ്റു ധർമ്മങ്ങളെ ഉപാസിക്കും. അവന്റെ മനസ്സിൽ ഇപ്പൊ എന്താണ് കൂടുതലുള്ളത്? രജോ ഗുണമാണ് വർദ്ധിച്ചിരിക്കുന്നത്, അല്ലേ? രജോ ഗുണപ്രധാനമായിരിക്കുന്ന ശ്രദ്ധ വർദ്ധിച്ചു എന്നുള്ളത് കൊണ്ട് രജോ ഗുണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളിൽ അഭിരുചി ഉണ്ടാവും, താല്പര്യം ഉണ്ടാവും. എന്നാൽ രജോ ഗുണം വർദ്ധിക്കുമ്പോൾ രജസാദർദ്ധ സമൃദ്ധി അങ്ങനെ വരുമ്പോ ഈ ധനം അഭിവൃദ്ധിപ്പെടുത്താൻ തയാ ഭോഗസ്തു രാജസ, അതുകൊണ്ട് രാജസമായ ഭോഗങ്ങൾ അനുഭവിക്കാനും താല്പര്യം ഉണ്ടാവും. കാരണം എന്താ? അവിടെ രജോ ഗുണാണ് വർദ്ധിച്ചു നിൽക്കുന്നത് എന്നുള്ളത് കൊണ്ടാണ്. സത്വം വിനിർഗതം തേന താമസശ്ചാപി നിഗ്രഹ. അപ്പൊ ആ സത്വഗുണം പോവും അവിടുന്ന് രജോ ഗുണം വർദ്ധിക്കുമ്പോൾ. അതേപോലെ തന്നെ തമോ ഗുണം നശിക്കുകയും ചെയ്യും. യഥാ തമോ വിവൃദ്ധം സ്യാത് ഉത്കടം സംബഭൂവഃ. എപ്പോഴാണോ ആ തമസിന്റെ തമോ ഗുണം വളർന്ന് ഉത്കടമാകുന്നത്, അപ്പോ ഈ മനുഷ്യന് വേദങ്ങളിലും അതേപോലെ ധർമ്മശാസ്ത്രങ്ങളിലുമൊക്കെ തന്നെ വിശ്വാസം ഇല്ലാതെയാവും. ആ സമയത്താണ് തഥാ വേദേന വിശ്വാസോ ധർമ്മശാസ്ത്രേ തഥൈവച. ഇതിലൊന്നിലും വിശ്വാസമോ താല്പര്യമോ ഇല്ലാത്തവരായിട്ട് തീരും മനുഷ്യൻ. അപ്പൊ സത്വഗുണം വർദ്ധിക്കുമ്പോൾ എങ്ങനെയാണ്? രജോ ഗുണം വർദ്ധിക്കുമ്പോൾ എങ്ങനെയാണ്? തമോ ഗുണം വർദ്ധിക്കുമ്പോൾ എങ്ങനെയാണ്? സത്വഗുണം വർദ്ധിക്കുമ്പോൾ രജോ ഗുണവും തമോ ഗുണവും ശക്തിയില്ലാതെയായിട്ട് തീരും. രജോ ഗുണം വർദ്ധിക്കുമ്പോൾ സത്വഗുണവും തമോ ഗുണവും ശക്തിയില്ലാത്തതായിട്ട് തീരും. തമോ ഗുണം വർദ്ധിക്കുമ്പോൾ അവിടെ രജോ ഗുണവും സത്വഗുണവും ശക്തിയില്ലാത്തവരായിട്ട് തീരും. ഇപ്പൊ സത്വഗുണത്തെ പ്രകാശിപ്പിക്കലാണ് പരമപ്രധാനം എന്ന് അവിടെ പറഞ്ഞു വെക്കുന്നു. ആ 39 ശ്ലോകത്തോടുകൂടി നമ്മൾ ഇന്ന് അമ്മയുടെ പാദാരവിന്ദങ്ങളിൽ സമർപ്പിക്കുന്നു. 40 മുതൽ 51 കൂടിയുള്ള ശ്ലോകങ്ങൾ നമുക്ക് നാളെ അനുസ്മരിക്കാം. സർവത്ര ദേവീനാമ സങ്കീർത്തനം ശ്രീ മഹാദേവ്യൈ നമഃ. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു, ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. ദേവി ഭാഗവതം പുണ്യം ഭഗവതി തന്റെ കഥ. ദേവി ഭാഗവതം പുണ്യം ഭഗവതി തന്റെ കഥ. ദേവന്മാരും കീർത്തിച്ചിടും അമ്മേ നിൻ ലീല. ഭദ്രേ അത്ഭുതമാം ലീല. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. കഥനമൊഴിഞ്ഞിടാൻ അമ്മേ വദനം കാണേണം. സദയം നിന്നുടെ രൂപം ഞങ്ങൾ ആരതിയൊഴിയുന്നു. ലക്ഷ്മി ആരാധിക്കുന്നു. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു.
അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. കൂപ്പിയ കൈകൾ പോൽ എരിയും കർപ്പൂരം പതിയേ, കൂപ്പിയ കൈകൾ പോൽ എരിയും കർപ്പൂരം തനിയേ, കാക്കുക നീയൻ ജീവിത നൗകയെ കരുണാസാഗരമേ, ദേവി ആരതിയൊഴിയുന്നു, ആരതിയൊഴിയുന്നു, അമ്മേ ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. കലിയുഗകാലത്തിൽ അമ്മേ കണ്ണീർ മാഞ്ഞിടാ, കലിയുഗകാലത്തിൽ അമ്മേ കണ്ണീർ മാഞ്ഞിടാ, കരുണാമൃതവർഷിണിയാം ദേവി കാൽക്കൽ വീഴുന്നു, ഞങ്ങൾ കാലിണ കഴുകുന്നു. ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു, അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. ജയ ജഗദീശ്വരിയേ ദേവി, ജയ ജഗദീശ്വരിയേ, ജയ ജയ ഭാർഗവി മാധവി ഭദ്രേ, ജയ ജഗദീശ്വരിയേ അമ്മേ, ജയ ജഗദീശ്വരിയേ. ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു, അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. യദക്ഷരപദഭ്രഷ്ടം മാത്രാഹീനം തു യദ്ഭവേൽ തത്സർവം ക്ഷമ്യതാം ദേവി നാരായണ നമോസ്തുതേ. വിസർഗബിന്ദുമാത്രാണി പദപാദാക്ഷരാണി ച ന്യൂനാനി ചാതിരിക്താനി ക്ഷമസ്വ പുരുഷോത്തമ. മന്ത്രഹീനം ക്രിയാഹീനം ഭക്തിഹീനം മഹേശ്വരി യൽപൂജിതം മയാ ദേവി പരിപൂർണം തതസ്തുതേ. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സ്വസ്തി പ്രജാഭ്യഃ പരിപാലയന്താം ന്യായേന മാർഗേണ മഹിം മഹീഷാ. ഗോബ്രാഹ്മണേഭ്യഃ ശുഭമസ്തു നിത്യം. ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. ലോകാഃ സമസ്താഃ സുജനാഃ ഭവന്തു. ലോകാഃ സമസ്താഃ ത്വൽഭക്തിരതാ ഭവന്തു. സർവേ ഭവന്തു സുഖിനഃ. സർവേ സന്തു നിരാമയാ. സർവേ ഭദ്രാണി പശ്യന്തു. മാ കശ്ചിൽ ദുഃഖഭാഗ് ഭവേൽ. അസതോ മാ സദ്ഗമയ. തമസോ മാ ജ്യോതിർഗമയ. മൃത്യോർമാ അമൃതം ഗമയ. ഓം ശാന്തി ശാന്തി ശാന്തി. സ്വസ്ത്യസ്തു തേ കുശലമസ്തു ചിരായുരസ്തു. ഗോത്രാഭിവൃദ്ധി ധനധാന്യസമൃദ്ധിരസ്തു. ഐശ്വര്യമസ്തു ബലമസ്തു രിപുക്ഷയോസ്തു. വംശേ സദൈവ ഭവതാം ഹരിഭക്തിരസ്തു. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീമഹാദേവ്യൈ നമഃ.